കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് അർജുൻ ശിവാനിയുടെ കൂടെയായിരുന്നു. അപ്പോൾ കരുണ അർജുനെ പിന്തുടർന്ന് അങ്ങോട്ട് എത്തുന്നു. ഇനി തുടർന്ന് കാണാം. അമ്മ എന്താ ഇവിടെ? നീ എന്താ കരുതിയത്? നീ എന്ത് ചെയ്താലും എനിക്കൊന്നും മനസ്സിലാവില്ലെന്നാണോ? നീ വീട്ടിലേക്ക് വാ, നിന്നോട് ഞാൻ വീട്ടിൽ ചെന്ന് സംസാരിക്കാം. ഞാൻ നിന്റെ കാലിൽ വീണ് അപേക്ഷിക്കാം ശിവാനി, നീ ദയവേത് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകണം. ദയവായി എന്റെ മകനെ വെറുതെ വിട്. ഞങ്ങൾ നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ സന്തോഷത്തോടെ പോയി ഞങ്ങളുടെ ജീവിതത്തെ നീ നശിപ്പിച്ചു കളഞ്ഞു. ഇവിടുന്ന് പോകൂ ശിവാനി, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകൂ നീ. കരുണ അർജുന്റെ കൈയും പിടിച്ച് അവനെ വിളിച്ച് വീട്ടിലേക്ക് പോകുന്നു. വഴി നീളെ അവനെ ധാരാളം ചീത്ത പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അർജുൻ തിരികെയൊന്നും പറയാതെ കരുണയോടൊപ്പം പോകുന്നു. കരുണയും അർജുനും ഇങ്ങനെ വരുന്നത് കണ്ട് അഞ്ജലിയും പീഹുവും ഓടി താഴേക്ക് വരുന്നു. എന്തു പറ്റി ആന്റി? എന്തിനാണ് അർജുന്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് വരുന്നത്? അതിന് അർജുൻ എന്ത് ചെയ്തു? ഇപ്പോൾ ഞാൻ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കരുണ അർജുനെ പുറത്തു തന്നെ നിർത്തിയിട്ട് തന്റെ മുറിയിലേക്ക് പോകുന്നു. എന്തു പറ്റി അർജുൻ? ഒന്നുമില്ല. എന്തു പറ്റിയെന്ന് പറയൂ അണ്ണാ, എന്തു പറ്റി? പിഹു, നീ നിന്റെ റൂമിലേക്ക് വെക്കോളൂ. പീഹു തന്റെ മുറിയിലേക്ക് പോകുന്നു. ഇപ്പൊ പറയൂ, എന്താണ് പറ്റിയത്? അർജുൻ അഞ്ജലിയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. അർജുൻ, ഇനി നമ്മൾ ആന്റിയോട് ഒന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇല്ല, അത് പറയാതിരിക്കുന്നതാ നല്ലത്. ഇപ്പൊ തന്നെ അമ്മയ്ക്ക് ശരീരത്തിന് സുഖമില്ലാതിരിക്കല്ലേ. അതേ സമയത്ത് റീറ്റയെ കൊന്നു കഴിഞ്ഞോ? ഇനി നീ മാത്രമേ ഉള്ളൂ. ഞാൻ ആ നാഗിനിയോടും മയിലിനോടും പകരം വീട്ടിയിട്ടേ ഇരിക്കൂ. നീ ശിവാനിയെയും അഞ്ജലിയെയും വിട്ടേക്ക്. അവരെ എന്താ ചെയ്യണമെന്ന് ഞാൻ നോക്കിക്കോളാം. നീ ആ മയൂരിയുടെ കഥ മാത്രം അവസാനിപ്പിക്കേ. ശരി, ഞാൻ പോവുകയാണ്. നിൽക്ക്. മയൂരിയുടെ ശക്തിയെപ്പറ്റി എനിക്ക് മാത്രമേ അറിയുള്ളൂ. എന്റെ പല ശക്തികളും ഇപ്പോ അവൾക്കൊപ്പമുണ്ട്. കൗശിക് നീതയ്ക്ക് ധാരാളം ശക്തികൾ നൽകി അവളെ പറഞ്ഞയക്കുന്നു. മയൂരി ഒറ്റയ്ക്ക് ആ ഗുഹയ്ക്കകത്ത് ഒരു മൂലയിൽ ഇരിക്കുകയായിരുന്നു. മയൂരി എന്തോ ആലോചിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൾക്ക് ഒരു പാമ്പിന്റെ മണം വന്നത്. തീർച്ചയായിട്ടും ഇവിടെ എവിടെയോ ഒരു പാമ്പിരിപ്പുണ്ട്. അപ്പോൾ നീത പെട്ടെന്ന് അവളുടെ മുന്നിലേക്ക് വന്നു. മയൂരി പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. എനിക്ക് നാഗിനെ ഇഷ്ടമേ അല്ല. മയിലിനെ കളിയാക്കിക്കൊണ്ട് നീത ചിരിക്കാൻ തുടങ്ങി. നീ എന്താ കരുതിയത്? ഞാനിവിടെ നിന്നോട് കൂട്ടുകൂടാൻ വന്നതാണെന്നാണോ? ഞാൻ നിന്നോട് പകരം വീട്ടാൻ വന്നതാ, പകരം. ഞാൻ നിന്നെ വെറുതെ വിടുമെന്ന് കരുതണ്ട. നീത തന്റെ വായെ കൊണ്ട് പുക ഊതാൻ തുടങ്ങി. അപ്പോൾ ആ ഗുഹ മുഴുവൻ പുക കൊണ്ട് നിറഞ്ഞു. മയൂരിക്കൊന്നും തന്നെ കാണാനാവുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അങ്ങോട്ട് കൗശിക്കും എത്തിച്ചേരുന്നു. മയൂരി നീതയെ ആക്രമിക്കാൻ തുടങ്ങി. നീത പെട്ടെന്ന് താഴേക്ക് വീഴാൻ പോകുന്നുണ്ടെങ്കിലും അവൾ തിരികെ നിന്നു. ഈ വഞ്ചകിയായ മയിലേ, ഞാൻ നിനക്ക് തന്ന ശക്തി തിരിച്ചെടുക്കാൻ പോവുകയാണ്. കൗശിക് ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് മയൂരിയുടെ മേളിലേക്ക് എന്തോ നിറഞ്ഞു. അപ്പോൾ മയൂരിക്ക് പെട്ടെന്ന് തല കറങ്ങാൻ തുടങ്ങി. അപ്പോൾ അവളുടെ കണ്ണുകൾ പതുക്കെ അടയാൻ തുടങ്ങി. മയൂരിയുടെ ഉള്ളിലുള്ള എല്ലാ ശക്തികളും പുറത്തേക്ക് വരാൻ തുടങ്ങി. മയൂരിയുടെ ഉള്ളിൽ ഇപ്പോൾ മയൂരിയുടെ ശക്തികൾ മാത്രമേ ഉള്ളൂ. നീത മയൂരിയുടെ കഴുത്തിൽ പിടിച്ച് ഞെരുക്കാൻ തുടങ്ങി. കുറച്ചു നേരത്തേക്ക് രണ്ടുപേരും തമ്മിൽ നല്ല പോരാട്ടം തന്നെ നടന്നു. എന്നാൽ അല്പസമയത്തിന് ശേഷം മയൂരി നീതയുടെ മുന്നിൽ ദുർബലയായി തുടങ്ങി. അങ്ങനെ മയൂരി മരണമടയുകയും ചെയ്തു. അർജുന്റെ വീട്ടിൽ അഞ്ജലി, അർജുൻ, രണ്ടുപേരും താഴേക്ക് വാ. രണ്ടുപേരും താഴേക്ക് വരുന്നു. അഞ്ജലി, ഇന്ന് തന്നെ അർജുനുമായുള്ള നിന്റെ കല്യാണം ഞാൻ നടത്തും. എന്ത്? അതെ, നീ കേട്ടത് ശരി തന്നെയാ. ബാക്കി ചടങ്ങുകൾ വേണ്ടെന്ന് വെച്ച് കല്യാണം നടത്തുകയാണ്. അമ്മയെ എന്തിനെങ്ങനെ ധൃതി പിടിക്കുന്നേ? അർജുൻ, നിന്നോട് ഞാൻ ഒന്നും ചോദിക്കുന്നില്ല. നീ ഒന്നും മിണ്ടാതെ കല്യാണം കഴിച്ചാൽ മാത്രം മതി. ശരി ആന്റി, എന്തിനാണ് ഇത്രയും അവസരം? എത്ര മാസങ്ങളായി നിങ്ങൾ കല്യാണം നീട്ടിവെക്കാൻ തുടങ്ങിയിട്ട്? അർജുൻ എന്തിനു നീട്ടിവെക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത് കേട്ടപ്പോൾ അർജുൻ നിശബ്ദനായി. ഇനി എനിക്ക് ആരോടും ഒന്നും പറയാനില്ല. നിങ്ങൾ രണ്ടുപേരും വൈകിട്ട് 5 മണിക്ക് തയ്യാറായിരിക്കണം. നമ്മൾ അമ്പലത്തിൽ പോകും. നിങ്ങളുടെ കല്യാണം ഞാൻ അവിടെ വെച്ച് നടത്തും. അതിനുള്ളിൽ ഞാൻ അതിനുവേണ്ട ഒരുക്കങ്ങൾ ചെയ്യട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് കരുണ അവിടെ നിന്ന് പോയി. ഒന്നും മനസ്സിലാവുന്നില്ല. ഇനി എന്താ ചെയ്യുക? ഞാൻ വീണ്ടും പറയുവാണ്, ആന്റിയോട് എല്ലാ സത്യവും പറഞ്ഞോളൂ. ശരി, പക്ഷെ എങ്ങനെ പറയുക? നമുക്ക് ആലോചിക്കാം. നോക്കൂ, ഇപ്പൊ ആ മയിലിനെയും കൊന്നു. ശരിയാ, പക്ഷെ കൗശിക് ഭയങ്കര ദുഷ്ടനാ. എനിക്കിപ്പോ ശിവാനിയെ കുറിച്ച് ഓർത്ത് സങ്കടം വരുന്നു. ആ കൗശിക് അവളെ എന്തെങ്കിലും ചെയ്യും. ഇല്ല, അതൊരിക്കലും നടക്കില്ല. ശിവാനിയുടെ ശക്തിക്ക് മുന്നിൽ കൗശിക് ഒന്നും തന്നെയല്ല. നീത ആ മയൂരിയെ കൊന്നു. ഞാൻ അവളെ വെറുതെ വിടില്ല. വേണ്ട വേണ്ട, അത് വിട്ടേക്ക്. വേണ്ട, നീ എന്നെ തടയണ്ട. കൗശിക്കിനെ നീതാവെ ഞാൻ ഇന്ന് തീർത്തേ അടങ്ങൂ. അഞ്ജലി നീതയുടെ അടുത്തേക്ക് പോകുന്നു. മയൂരിയെ കൊന്നതിനു ശേഷം നീത സന്തോഷത്തിലാണ്. അതുപോലെ അവൾക്ക് അതിന്റെ
അഹങ്കാരവും വന്നു കഴിഞ്ഞു. അപ്പോൾ അവൾക്ക് ദൂരെ നിന്നും അഞ്ജലി വരുന്നത് കാണാനായി. അതേതായാലും കൊള്ളാമല്ലോ, നിങ്ങളുടെ എല്ലാം അവസാനം എന്റെ കൈകൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നേ. അഞ്ജലി മിണ്ടാതെ നിൽക്കുന്നു. എന്നാ അങ്ങനെ ആവട്ടെ, സമയം കളയാതെ ഞാൻ നിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കിയെടുത്തേക്കാം. അഞ്ജലി ആദ്യമേ തന്നെ ദേഷ്യത്തിലായിരുന്നു. ഇതെല്ലാം പറയുന്നത് കേട്ടപ്പോൾ അവൾക്ക് പിന്നെയും ദേഷ്യം വന്നു. ദേഷ്യം കാരണം അഞ്ജലിയുടെ മുടിയെല്ലാം അലങ്കോലമായി. എന്നിട്ടവൾ നാഗിനിയുടെ രൂപത്തിലേക്ക് മാറി. നീതയും അപ്പോൾ നാഗിനിയുടെ രൂപത്തിലേക്കായി. രണ്ടുപേരും തമ്മിൽ കടുത്ത ഏറ്റുമുട്ടൽ തന്നെ നടന്നു. അതിൽ അഞ്ജലിക്കും നീതയ്ക്കും രണ്ടുപേർക്കും പരിക്കുകൾ പറ്റി. അഞ്ജലിയും നീതയും തമ്മിലുള്ള പോരാട്ടത്തെക്കുറിച്ചുള്ള വിവരം കൗശിക് അറിയാനിടയായി. അതേസമയം ശിവാനിക്ക് എന്തോ അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. അഞ്ജലിക്ക് എന്തോ ആപത്ത് വരുന്നു എന്നുള്ള കാര്യം. ശിവാനി ഉടനെ തന്നെ ഗുഹയിലേക്ക് എത്തിച്ചേർന്നു. അവിടെ കൗശിക് എന്ന മൂങ്ങയും എത്തിച്ചേരുന്നു. എന്നിട്ട് ഒളിഞ്ഞു നിന്ന് നോക്കുകയായിരുന്നു. ശിവാനി ചെന്ന് അഞ്ജലിയെ എടുത്തു. അപ്പോൾ നീതയും എഴുന്നേറ്റ് വന്നു. അഞ്ജലി, ഈ നാഗിനെ കൊന്നേക്ക്. അഞ്ജലി നീതയെ കൊല്ലാനായി തന്റെ ശക്തി ഉപയോഗിച്ച് ഒരു തീഗോളം അവളുടെ മേലിലേക്ക് അയക്കുമ്പോഴേക്കും കൗശിക് വന്ന് ആ തീഗോളത്തെ തടയുന്നു. എന്നിട്ട് ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ കൗശിക്കിന് നേരെ തിരിഞ്ഞു. ഞാനുള്ളിടത്തോളം കാലം നീറ്റയെ ഒന്നും ചെയ്യാൻ നിനക്ക് കഴിയില്ല. ശിവാനി കൗശിക്കിനെ ആക്രമിക്കാൻ തുടങ്ങി. അതുപോലെ അഞ്ജലിയും നീതയും പരസ്പരം പോരാടാൻ തുടങ്ങി. വളരെ നേരമായി എല്ലാവരും പരസ്പരം പോരാടുകയാണ്. എല്ലാവർക്കും സാരമായ പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. കൗശിക് ശിവാനിയെ ബന്ധനത്തിലാക്കുന്നു. എന്നിട്ട് കൊല്ലാൻ പോവുകയായിരുന്നു. അപ്പോഴേക്കും അങ്ങോട്ട് നാഗദേവത എത്തുന്നു. എന്നിട്ട് ശിവാനിയെ രക്ഷിക്കുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ കൗശിക് അവിടെ നിന്നും അപ്രത്യക്ഷനായി. നീത അഞ്ജലിയെ കൊന്നുകളയുന്നു. അത് കണ്ടപ്പോൾ ശിവാനിക്ക് വല്ലാതെ സങ്കടം വന്നു. ഇങ്ങനെ വിഷമിക്കേണ്ട ശിവാനി. ഈ നീത നമ്മുടെ നാഗലോകത്തിന് തന്നെ അപമാനമാണ്. ഈ അപമാനത്തെ തീർക്കേണ്ടത് നീ തന്നെയാണ് ശിവാനി. നാഗദേവത പറയുന്നത് കേട്ടപ്പോൾ ശിവാനിയുടെ കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി. അത് കണ്ടാൽ ശിവാനി നാഗദേവതയുടെ അനുവാദത്തിനായി കാത്തുനിന്നതായി തോന്നും. ശിവാനി ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ നീതയെ രണ്ടായി മുറിച്ചു കളഞ്ഞു. അതേസമയം അർജുൻ, വൈകുന്നേരം 4 മണിയായി. എന്താണ് അഞ്ജലി ഇതുവരെ വരാത്തത്? അവളിങ്ങി വരുമേ. അവൾക്കറിയാലോ വൈകുന്നേരം 5 മണിക്ക് കല്യാണമാണെന്ന്. എന്നിട്ട് ഇങ്ങനെ പെരുമാറുന്നു. അവൾ എവിടെയെങ്കിലും പെട്ടതായിരിക്കും. ഇനി നീയെങ്ങാനും കല്യാണം വേണ്ടെന്നോ മറ്റോ പറഞ്ഞിട്ടാണോ അവൾ ഇങ്ങനെ ഇങ്ങോട്ട് വരാതിരിക്കുന്നത്? അമ്മ ഇങ്ങനെ ആവശ്യമില്ലാതെ സംശയിക്കാതെ. ഞാൻ അവളെ എങ്ങോട്ടും അയച്ചിട്ടില്ല. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ശരി, കുറച്ചു നേരം കൂടെ കാത്തിരിക്കാം. അതേസമയം കൗശിക് ഗുഹയ്ക്കുള്ളിലേക്ക് എത്തുന്നു. എന്നിട്ട് ശിവാനിയുമായി ഏറ്റുമുട്ടുന്നു. നാഗദേവത അവിടെ തന്നെ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഈ സമയം ശിവാനി തന്റെ ശരിക്കുള്ള രൂപത്തിലേക്ക് വരുന്നു. എന്നിട്ട് കൗശിക്കിനെ ആക്രമിക്കുന്നു. ശിവാനി, കൗശിക്കിനെ അത്രയും വേഗം കൊല്ലാൻ പറ്റില്ല. കൗശിക്കിന്റെ ജീവൻ അവന്റെ കണ്ണിലാണുള്ളത്. അതാണ് നീ നശിപ്പിക്കേണ്ടത്. ശിവാനി അങ്ങനെ തന്നെ ചെയ്യുന്നു. എന്നിട്ട് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കൗശിക് താഴെ വീഴുന്നു. കൗശിക്കിനെ കൊന്നിട്ട് ശിവാനി തന്റെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ കാണുന്നത് കറുത്ത വസ്ത്രങ്ങളും ചുവന്ന കണ്ണുകളും കഴുത്തിൽ മാലകളും ധരിച്ച് ഒരു മന്ത്രവാദി നിൽക്കുന്നതാണ്. അയാൾ ശിവാനിയെ ദേഷ്യത്തോടെ നോക്കുകയായിരുന്നു. കഥ വീണ്ടും തുടരും.